ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 6 ധ്യാനയോഗം. ശ്ലോകം 45. പ്രയത്നാദ്യതമാനസ്തു യോഗീ സംശുദ്ധകിൽബിഷഃ അനേകജന്മ സംസിദ്ധ സ്തതോ യാതി പരാം ഗതിം. വിവർത്തനം. സർവകൽമഷങ്ങളും നീങ്ങി തുടർന്ന് മുന്നോട്ടു പോകാൻ ആത്മാർത്ഥമായി യത്നിച്ചുകൊണ്ടിരിക്കുന്ന യോഗിക്ക് അനേക ജന്മങ്ങളിലെ പരിശീലനത്തിനു ശേഷം പരിപൂർണത നേടി പരമലക്ഷ്യത്തിലെത്താം. ഭാവാർത്ഥം. ധർമ്മനിഷ്ഠവും കുലീനവും ആയൊരു പുണ്യകുടുംബത്തിൽ ജനിച്ചവർക്ക് യോഗാനുഷ്ഠാനത്തിന് അനുകൂലമായതാണ് തങ്ങളുടെ പരിതസ്ഥിതിയെന്ന ബോധമുണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾ മുൻ ജന്മത്തിൽ മുഴുമിക്കാതെ വിട്ട പ്രവൃത്തി നിറവേറ്റാൻ ദൃഢനിശ്ചയത്തോടെ തുനിയുന്നു. ഭൗതിക കൽമഷങ്ങളിൽ നിന്നെല്ലാം സ്വയം മുക്തനാകുന്നു. അവസാനം അവയിൽ നിന്ന് പൂർണ്ണമായി മോചിതനായി സർവോത്കൃഷ്ടമായ കൃഷ്ണാവബോധത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. സർവകൽമഷങ്ങളുമകന്ന പരിപൂർണ അവസ്ഥ ഇത്രേ കൃഷ്ണാവബോധം. ഇത് ഭഗവത്ഗീത 7:28 ദൃഢീകരിക്കുന്നു. യേഷാം ത്വന്തഗതം പാപം ജനാനാം പുണ്യകർമാണാം തേ ദ്വന്ദ്വമോഹനിർമുക്ത ഭജന്തേ മാം ദൃഢവ്രതഃ. എണ്ണമറ്റ ജന്മങ്ങളിൽ ചെയ്ത പുണ്യകർമ്മങ്ങൾ കാരണം സകല മാലിന്യങ്ങളിൽ നിന്നും മായികമായ ദ്വന്ദ്വഭാവനയിൽ നിന്നും പൂർണ്ണമായും മുക്തി നേടുമ്പോഴാണ് മനുഷ്യൻ പ്രേമപൂർണമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നത്. ശ്ലോകം 46. തപസ്വിഭ്യേതി കോ യോഗീ ജ്ഞാനിഭ്യോऽപി മാതോദികഃ കർമ്മിഭ്യശ്ചാധികോ യോഗീ തസ്മാത് യോഗീ ഭവാർജുന. വിവർത്തനം. തപസ്വിയേക്കാൾ ശ്രേഷ്ഠനത്രേ യോഗി. ജ്ഞാനികളെക്കാളും ഫലേച്ഛയോടെ കർമ്മം ചെയ്യുന്നവരെക്കാളും ശ്രേഷ്ഠനാണ് അദ്ദേഹം. അതുകൊണ്ട് അല്ലയോ അർജുന, ഏതു സാഹചര്യത്തിലും യോഗത്തിൽ ഉറച്ചു നിൽക്കുക. ഭാവാർത്ഥം. യോഗമെന്ന് പറയുമ്പോൾ നമ്മുടെ അവബോധത്തെ പരമസത്യത്തോട് ബന്ധപ്പെടുത്തൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പരിശീലിക്കുന്നവർ തങ്ങൾ സ്വീകരിച്ച പദ്ധതികളെ മുൻനിർത്തി ഈ പ്രക്രിയയ്ക്ക് വ്യത്യസ്ത നാമങ്ങൾ കൊടുത്തിട്ടുണ്ട്. സംയോജന പ്രക്രിയ പ്രധാനമായി ഫലോദിഷ്ട കർമ്മങ്ങളിലാകുമ്പോൾ കർമ്മയോഗമെന്നും, പ്രധാനമായി ജ്ഞാനത്തിലായിരുന്നാൽ ജ്ഞാനയോഗമെന്നും, ഭഗവാനുമായി നേരിട്ടുള്ള ഭക്തി ബന്ധത്തിലായിരുന്നാൽ ഭക്തിയോഗമെന്നും പറയുന്നു. ഭക്തിയോഗം അഥവാ കൃഷ്ണാവബോധമാണ് സർവവിധ യോഗങ്ങളുടെയും പരമകാഷ്ഠയെന്ന് അടുത്ത ശ്ലോകം വ്യക്തമാക്കുന്നുണ്ട്. യോഗത്തിൻ്റെ ഉത്കൃഷ്ടതയെ ഭഗവാൻ ഇവിടെ ഊന്നിപ്പറയുന്നുവെങ്കിലും ഭക്തിയോഗത്തേക്കാൾ ശ്രേഷ്ഠമാണതെന്ന് സൂചിപ്പിക്കുന്നില്ല. തികഞ്ഞ ആധ്യാത്മിക ജ്ഞാനമാണ് ഭക്തിയോഗം. അതിനേക്കാൾ ഉത്തമമായി മറ്റൊന്നുമില്ല. ആത്മജ്ഞാനം കൂടാതെയുള്ള തപസ് അപൂർണമത്രേ. ഭഗവാന് സ്വയം സമർപ്പിക്കാത്തവരുടെ ജ്ഞാനവും അപൂർണമാണ്. ഫലോദിഷ്ട കർമ്മമാകട്ടെ കൃഷ്ണാവബോധ രഹിതമെങ്കിൽ സമയം പാഴാക്കൽ മാത്രം. അതിനാൽ ഇവിടെ ഏറ്റവും അധികം പ്രശംസിക്കപ്പെടുന്നത് ഭക്തിയോഗമാണ്. അടുത്ത ശ്ലോകത്തിൽ ഈ കാര്യം ഒന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.